ഇതിൻ്റെ ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു തിയറിയും എംപെരിക്കൽ ഇക്വേഷനൊക്കെ പ്രപ്പോസ് ചെയ്ത് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ടെർമിനോളജീസ് എന്തൊക്കെയാണ്? ഈ ലാംഡ എന്ന് പറയുന്നത് എനർജി റേഡിയേറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി അറ്റ് എ വേവ് ലെങ്ത് ലാംഡ, എനർജീൻ്റെ ടേമാണ്. ദെൻ ഈ എച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റാണ് പിന്നീട് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് എന്നൊക്കെ അതിന് വാല്യൂ ഇട്ട് കൊടുത്തു. ഈ സി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് ലൈറ്റിൻ്റെ. ദെൻ കെ, ഇവിടുത്തെ സ്മോൾ കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. ദെൻ ടി എന്ന് പറയുന്നത് കെൽവിൻ ടെമ്പറേച്ചറാണ്. പൈ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എച്ച് പറഞ്ഞു നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദെൻ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, ദെൻ കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ടി എന്ന് പറയുന്നത് കെൽവിൻ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്ലാങ്ക്സ് സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു എനർജി ഓഫ് ഈച്ച് ഓസിലേറ്റിംഗ് ചാർജ് കുഡ് ടേക്ക് ഓൺ ഓൺലി പോസിബിൾ വാല്യൂ 0, hν, 2hν, 3hν എക്സെട്ര. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, എനർജി അതായത് ഏത് ഓസിലേറ്റിംഗ് ചാർജിൻ്റെ അല്ലെങ്കിൽ ഏത് ഓസിലേഷനിലുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0, hν, അതുപോലെ തന്നെ 2hν, 3hν ഇതൊക്കെ ആവാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ആ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ് ന്യൂ എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കാം, പിന്നെയാണ് അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇ എന്ന് പറയുന്നത് എനർജിയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേറ്ററിൻ്റെത് എങ്കിൽ നമുക്കതിൻ്റെ എനർജീനെ ഇ ബിക്കം ഈക്വൽ ടു Nhν എന്ന് റെപ്രസെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു hν എന്താ പറയുക മൾട്ടിപ്പിൾസ്, അതായത് hν മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് വരുന്നത്, എനർജി വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഇ ബിക്കം ഈക്വൽ ടു Nhν എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് ഇൻറ്റിജർ, അത് 1 ആവാം, 2 ആവാം, 3 ആവാം. എച്ച് എന്തായിരുന്നു? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ദെൻ ന്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓസിലേറ്റർ ഫ്രീക്വൻസിനാണ് ന്യൂ എന്ന് പറയുന്നത്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ അതായത് ആദ്യം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താ പറയുക Nhν ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ N എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ഇത് വേണമെങ്കിലും ആവാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ hν ഇതിൻ്റെ അകത്തുള്ള ടേമിന് N ഇത് വേണമെങ്കിലും ചേഞ്ച് ആവാം. ഈ hνനെ അദ്ദേഹം വിളിച്ചിട്ടുള്ള പേരാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ള പേരാണ് ഇറ്റ്സ് എ ക്വാണ്ടം ഓഫ് എനർജി എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇവിടുത്തെ ഈ എൻ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എന്താ പറയുക നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു എൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടം നമ്പർ. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ അതായത് ഇ ഈക്വൽ ടു Nhν എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനെ നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ